നോക്ക്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും പാപങ്ങൾ ചെയ്തിട്ട് ന്യായീകരിച്ചവരും സ്നേഹിക്കുന്നവരെ വഞ്ചിക്കുന്നവരും ആ വസുധാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. എന്താ പോയാൽ എന്താ കുഴപ്പം? വസുധാര അവരുടെ അടുത്തേക്ക് വരില്ല, അത് മാറിപ്പോവും. വെള്ളത്തിന് എങ്ങനെ സത്യം അറിയാൻ പറ്റുന്നേ? ഇവിടെ പ്രകൃതിക്കും പാപികളെ തിരിച്ചറിയാനുള്ള പവറുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വേസ്റ്റ് ഫെലോ ഞാനാണെന്ന് എന്റെ ഫീലിംഗ്. എന്റെ ഫീലിംഗ് അത് തന്നെ. അതുകൊണ്ടാ പോവണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകും. ആ വെള്ളം എന്ത് കാണിക്കുന്നു കാണണമല്ലോ. ടീക്കേ ജാओ. കഷ്ടം. എന്നിട്ട് വേണം ഇവനോ 4 വർത്തമാനം. വെള്ളത്തിനത്തെ ജീവനുണ്ട്. അല്ല എന്നോടാ പോകുന്നു, പോണു. बेशरम और बदतमीज, तुम्हें इतनी से भी शर्म नहीं आई कि तुम ऐसे पवित्र स्थान पर आए हो, फिर कभी भी यहाँ आने की हिम्मत भी नहीं करना. तुम्हारी जैसे लोगों की जगह नहीं है. ഇവൻ ആരടാ ഇത്രയ്ക്ക് മഹാഭാവി? ഇവനെ ബദരിനാഥ് വേഗം പുറത്താക്ക്. മെനക്കരണ്ട, ഞാൻ താനേ പൊയ്ക്കോളാം. ഞാൻ യോമാരെന്ന് വാങ്ങിച്ചു പിടിക്കും. ഞാൻ ഒരുപാട് അലവലാദികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരുത്തനെ ആദ്യം കാണുക. കണ്ടില്ലേ അപ്രത്യക്ഷമായത്? നീ ഏത് നാട്ടുകാരനാടാ? എന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്ത് തരാം. ആദ്യം വെള്ളം വരുത്താൻ നോക്ക്. ദൈവമേ, ഉമ്മാരെ കൊല്ലാതെ വിട്ടാ മതിയായിരുന്നു. അമ്മാവാ, ഇനി ഇവിടെ നിന്ന കുഴപ്പാ. ഇതിന്റെ മുമ്പിൽ പണിഞ്ഞാലുണ്ടല്ലോ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, സാറ് പോയിട്ട് വാ. എന്തിനാ മാവ ഇത്? പോയിട്ട് വാ സാർ. കാരണവശാൽ അതിന്റെ അടുത്തേക്കൊന്നും പോയേക്കരുത്. സിറ്റുവേഷൻ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. ചൂടാവരുത്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ പോയാൽ ഇതുപോലെ മടങ്ങി വന്നേക്കാം. നീ പോവുകയാണെങ്കിൽ പിന്നെ വരില്ല. വേസ്റ്റ് ഫെലോ ആണെങ്കിലും കറക്റ്റാ പറഞ്ഞത്. ഒരു 100 ജന്മം എടുത്താലും നിന്റെ മേത്തൊരു തുള്ളി പോലും വീഴില്ല. ഏയ്, അത് എന്റെ ദേഹത്ത് എന്തിനാ വീഴുന്നത്? അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണമല്ലോ. എന്താടി ഇത്? പിക്നിക് എന്ന് പറഞ്ഞു വന്നിട്ട് ഇത് തനി തീർത്ഥാടനമായി പോയല്ലോ. നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ? 6 പേർക്ക് കളിക്കാൻ ഇത് ബാസ്കറ്റ്ബോൾ അല്ല. ക്രിക്കറ്റ് കളിക്കാൻ ഇനി 5 പേര് വേണം. അതിനിപ്പോ എന്ത് ചെയ്യും? വെയിറ്റ്, 5 മിനിറ്റിനുള്ളിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ദാ അങ്ങോട്ട് നോക്ക്. ഹായ് ഗായ്സ്. എന്തിനാ വിളിച്ചത്? എവിടേക്കാ പോകുന്നത്? പോകുവല്ല, വരുക. വേദപാഠശാലയിൽ നിന്നും മഠത്തിലേക്ക് വരുക. ആ ബുക്ക് എന്താ? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട്. ഓ അതെയോ? ജയ് ശ്രീ മഹാവിഷ്ണു. എന്ത് ചോദ്യമായത്? ഈ ഭൂമിയിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. ആഹാ, അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ? അറിയാം. ഓഹോ, എന്നാ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. ഉത്തരം പറയാമോ? പറയാം, ചോദിക്ക്. രജനീകാന്ത് ആരാണ്? രജനീകാന്തോ? ആ, ഏയ് നോക്കടാ. രജനീകാന്ത്. ഈ രജനീകാന്ത് ആരാ? നമ്മുടെ ഗുരു പറഞ്ഞില്ലല്ലോ. ഏയ്, നിങ്ങൾക്കറിയാവോ? അറിയില്ലേ? അറിയില്ലേ? സൂര്യകാന്തവുമുണ്ട്, ചന്ദ്രകാന്തവുമുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന രജനീകാന്ത് ഇതിലില്ലല്ലോ. ഇല്ലല്ലോ, അതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ശരി ശരി. അല്ല, ആരാത്? രജനീകാന്ത് എന്ന് വെച്ചാ തമിഴ് സൂപ്പർ സ്റ്റാർ. ഓ അതെയോ? അതെനിക്കറിയായിരുന്നു. ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് ചിരഞ്ജീവിയെ അറിയാമോ? ചിരഞ്ജീവി? എന്ത് ചോദ്യാ കുട്ടി ചോദിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ ചിരഞ്ജീവി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മെഗാസ്റ്റാർ എപ്പോഴെങ്കിലും ബദ്രിനാഥി വന്നിട്ടുണ്ടാവോ? എനിക്കറിയില്ല. ആ, ചിരഞ്ജീവി സാറിനെ കുറിച്ച് ഈ വേദത്തിലുണ്ടോ? ഉണ്ട്. ഓ, ആഞ്ജനേയ സ്വാമി ഈ വേദത്തിൽ മാത്രമല്ല, ഈ ലോകം മുഴുവനുമുണ്ട്. ഓഹോ, നീ പറയുന്നത് ആ ചിരഞ്ജീവിയെ കുറിച്ചാണോ? ആ, ഞാൻ ചോദിച്ചത് ആ ചിരഞ്ജീവിയെ കുറിച്ചല്ല. പിന്നെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയെ കുറിച്ച്. ആഞ്ജനേയോ, നിങ്ങൾ സ്റ്റാർ കീറുന്നെന്ന് ചോദിച്ചാ എനിക്കതൊന്നും അറിയില്ല. വേറെ എന്തെങ്കിലും ചോദിക്കേ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ, നിനക്ക് MS ധോണി അറിയാമോ? MS ധോണി. എനിക്ക് ധോണി അറിയാം. ധോണി എന്താണെന്നറിയില്ല. അതൊക്കെ അറിയണ്ടേ? അദ്ദേഹം ക്രിക്കറ്റ് പ്ലെയർ ആണ്. 2020-ലും ഇപ്പോഴും നമുക്ക് വേൾഡ് കപ്പ് കൊണ്ടു തന്നയാൾ. ഈ 2020 എന്ത്? ക്രിക്കറ്റ് മാച്ച് എന്ത്? ആ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള ക്രിക്കറ്റ് കളി അറിയില്ലെന്നോ? ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയോ? അതെ ഗുരു, ആ 3 കുറികളാണ് ഈ 3 വിക്കറ്റ്സ്. എങ്ങനെ ഈ കളി കളിക്കുന്നത്? സിമ്പിൾ. ആ സെന്ററിലുള്ള കുറിയിലെറിഞ്ഞാൽ ഡയറക്റ്റ് ആയി സ്വർഗത്തിൽ പോവാം. അപ്പൊ സൈഡിലുള്ള കുറിയിൽ എറിയുന്നതെങ്കിൽ
ത്രിശങ്ക സ്വർഗം കിട്ടും. ജയ് ശ്രീമൻ നാരായണ. നിക്ക്. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയാ. കല്ലുകൊണ്ടല്ല എറിയേണ്ടത്. പിന്നെ എന്തുകൊണ്ടാ എറിയേണ്ടത്? ഇതുകൊണ്ട്. എന്താ ഇത്? ലഡു. ലഡു സ്വാമി, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വർഷങ്ങളോളം വെയിലത്തുണക്കിയ എങ്ങനെ ഇരിക്കും എന്നാ അറിഞ്ഞു? ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തിൽ പോകാമല്ലോ. ജയ് ശ്രീമൻ നാരായണ. ദൈവമേ, ആന വരണ്ടോ, വേഗം ഓടിക്കാണോ. എന്താ ഉണ്ടായത്? നിനക്ക് ആചാരങ്ങളുടെ സംസ്കാരത്തിന്റെ ഒന്നും അർത്ഥം അറിയില്ല. ഛീ, നിങ്ങളുടെ അച്ഛന്റെ പേര് പറഞ്ഞോളൂ. മരിച്ചുപോയത് എന്റെ അച്ഛനല്ല, മകനും മരുമകളുമാ. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ പിണ്ടദാന കർമ്മം നടത്താറുള്ളത്. പക്ഷെ പിതാവ് ഒരിക്കലും പുത്രനു വേണ്ടി കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്തോളാം. പെൺകുട്ടികളും ഈ കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ്. പകരം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് വേണമെങ്കിൽ ഈ കർമ്മം ചെയ്യാവുന്നതാണ്. കല്യാണം കഴിഞ്ഞില്ല, അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്താലും മതി. അങ്ങേക്കും ചെയ്യാം. അയ്യോ വേണ്ട, എന്നോട് പറഞ്ഞിരിക്കുന്ന എന്റെ കൈ കൊണ്ട് ആർക്ക് ആഹാരം പോലും കൊടുക്കരുന്ന. പിന്നെ എങ്ങനാ പിണ്ടം വെക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇവിടെ അനാഥർക്ക് പിണ്ടം വെക്കുന്നവരുണ്ടാകുമല്ലോ, അവരെ കൊണ്ട് ചെയ്യിക്ക്. 100-200 കൊടുക്കാം. പണം വാങ്ങി പിണ്ടം വെക്കാൻ ആരാ വരിക? എന്തിനാ മുത്തച്ഛ ഇത്തരം സെന്റിമെന്റ്സ് കൊണ്ട് അമ്മയും അച്ഛനെ അനാഥരാക്കുന്നത്? അപ്പൊ എനിക്ക് എഴുന്നേക്കാലോ. ഇരിക്കൂ റാവുജി, ഞാൻ പിണ്ടം വെക്കാം. എന്താ ബദ്രി നീ പറയുന്നത്? ദിവസവും ബദ്രീനാഥിന് പൂജ ചെയ്യുന്ന കൈകൊണ്ട് ഏതോ അനാഥർക്ക് പിണ്ടം വെക്കാവുന്നു. തെറ്റെന്താണ് റാവുജി? ആചാരങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, തിന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. ഏത് മതത്തിലും ശവത്തെ ദൈവമായാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ മതത്തിൽ മാത്രം ശവത്തെ അപശകുനമായാണ് കാണുന്നത്. ശവം ശിവന് സമാനം. അളകനന്ദയുടെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ വെച്ചാണ് മരിച്ചത്. അതുകൊണ്ട് അവർക്ക് പിണ്ടം വെച്ചാൽ ഭഗവാനെ നൈവേദ്യം വെക്കുന്ന പോലെയാ. പൂജകൾ തുടങ്ങട്ടെ. ആരെയാ മോളെ നീ വണങ്ങുന്നത്? ബദ്രിയോ ബദ്രിനാഥിനെയോ? ബദ്രിയെ. ഭീകരാക്രമണത്താൽ അമർനാഥ് ക്ഷേത്രപാലകൻ കൊല്ലപ്പെട്ടു. തങ്ങളുടെ ആൾക്കാരെ ജയിൽ വിമോചിതരാക്കിയില്ലെങ്കിൽ ഭക്തരെ ഒന്നടങ്കം കൊന്നൊടുക്കുമെന്ന് അവർ ഭീഷണി മുഴക്കി. നിങ്ങൾക്ക് 5 നിമിഷം സമയം തരുന്നു. 6ാമത്തെ നിമിഷം ഒരാളും ഇവിടെ ഉണ്ടാകരുത്. Who are you to give me time? 1 Conditions पेटाल सिंधी मैम. नीव कादू. 2 हम भागने वाले नहीं, भगाने वाले हैं. 3 एक एक को मार डालूंगा. भक्तुल अंदर नहीं चंपता. 4 5 ओके 5. अब क्या? बद्री
നിനക്കും 5 നിമിഷം സമയം തരുന്നു. 6-ാം നിമിഷം ഒരാളും ജീവനോടുണ്ടാവരുത്. देनी चाहिए. बिना हथियार के आप कैसे आ गए? ഒരു ആയുധം പോലും ഇല്ലാതെ ഇത്ര ധൈര്യത്തിൽ എങ്ങനെ വന്നു സർ? അവനാണ് എന്റെ ആയുധം, വജ്രായുധം. ക്ഷേത്രപാലക സമര കൗതുക ഖഡ്ഗചാലക രക്ഷകം ക്ഷാത്രനായക സ്ഫൂർത്തിദായക കാര്യസാധക ദക്ഷകം ഗുരുപ്രഹർഷണകാരകം മമ പുത്രസന്നിഭമായകം വാത്സല്യഭാവം പ്രേരകം. ഏയ് വസുധാര, എത്ര ജന്മം കഴിഞ്ഞാലും ഒറ്റ തുള്ളി പോലെ എന്റെ മേലി വീഴില്ലെന്ന ആ ബദ്രി പറഞ്ഞത്. ഇപ്പോ ഞാൻ അവനെ സ്നേഹിക്കുന്നു, മനസ്സ് നിറഞ്ഞ സ്നേഹിക്കുന്നത്. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ എന്റെ ദേഹത്ത് വീഴില്ലേ? ആര് വീഴണമെന്നാ? ഈ വസുധാര വീണാലും ആ ബദ്രി വീഴില്ല. എന്താ, എനിക്കെന്താ ഒരു കുറവ്? ആ ബദ്രിനാഥിനോടുള്ള ഭക്തിയാ കുറവ്. എപ്പോഴാണോ ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയത്, ഇനി അവന്റെ ഇഷ്ടം തന്നെയാ എന്റെ ഇഷ്ടം. ഇപ്പൊ ബദ്രിയെ ഇഷ്ടമായതുകൊണ്ട് ആ ബദ്രിനാഥിനെ ഇഷ്ടമാ. ഓഹോ, 7 ദിവസത്തിനുള്ളിൽ എന്നെ ഇവിടെ വണങ്ങിക്കൂ എന്നാ മുത്തച്ഛനോട് പറഞ്ഞത്. 7 മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിലെത്തി അവന്റെ ഇഷ്ടം പോലെ ഞാൻ വണങ്ങിയിരിക്കുമെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഞാൻ ഇപ്പൊ തന്നെ പോവുക. എങ്ങനെയാ വണങ്ങുന്നത്? കൈകൊണ്ട് വണങ്ങുവോ, സാഷ്ടാംഗം വണങ്ങോ, അതോ ശയന പ്രദക്ഷിണം വെക്കുവോ? എന്നാരാ പറഞ്ഞത്? ഞാൻ വണങ്ങില്ല. എന്താ ഇപ്പൊ തന്നെ ചെയ്യൂന്ന് പറഞ്ഞിട്ട്? അപ്പൊ അങ്ങനെ തോന്നി, ഇപ്പൊ തീരുമാനം മാറ്റി. എന്താ പെട്ടെന്ന് മാറ്റിയത്? ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾ എനിക്ക് ഒരിക്കലും കിട്ടില്ല. അവൻ ആരാണെന്ന് പറ, പിടിച്ചോണ്ട് ഒന്ന് കല്യാണം കഴിപ്പിക്കാം. ഞാൻ സ്നേഹിക്കുന്നത് അവൻ എന്റെ ശിഷ്യനാണ്, എന്റെ വാക്ക് നിരസിക്കില്ല. ഒന്നും വേണ്ട, നിനക്ക് മാത്രമല്ല നിന്റെ ബദ്രിനാഥന് പോലും കഴിയില്ല. ഏയ്, എന്തറിയാ നിനക്ക് ഈ ബദ്രിനാഥ് ക്ഷേത്രത്തെ കുറിച്ച്? മറ്റന്നാൾ അഖണ്ഡ ജ്യോതി തെളിയിച്ച് 6 മാസം വരെ ഈ ക്ഷേത്രം അടച്ചിടുന്ന അതിപുണ്യമായ ദിവസമാണ്. ആ 6 മാസം ഈ മഹാക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും. തിരിച്ച് 6 മാസം കഴിഞ്ഞ് ഈ ക്ഷേത്രവാതിലുകൾ തുറക്കുമ്പോ ആ അഖണ്ഡ ജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും.
അതെയോ? അതെ, ദൈവം ഉണ്ടെന്ന് പറയാൻ ഇതിലും വലിയൊരു അത്ഭുതം വേറെയില്ല. ഇത്രയും പ്രസിദ്ധമായൊരു ക്ഷേത്രം ഈ ലോകത്തിൽ വേറെയില്ല. മറ്റന്നാൾ അഖണ്ഡ ജ്യോതി കണ്ട് നിന്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ. 6 മാസം കഴിഞ്ഞ് വീണ്ടും നീ ആ ജ്യോതി ദർശിക്കുമ്പോ നീ പ്രാർത്ഥിച്ചത് എന്തായാലും തീർച്ചയായും നടന്നിരിക്കും. സത്യമാണോ? അതെ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ ബദ്രീനാഥന് ഇഷ്ടമുള്ള ബ്രഹ്മകമലം വെച്ചിട്ട് വേണം നീ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ. എവിടെ കിട്ടുവാ പൂവ്? आओ मेरे साथ, चलो. സർക്കാർ. എന്താ മിനിസ്റ്റർ, ഒരു വിഷമം പോലെ? എന്റെ ഇളയ മകളെ ആ പ്രതിപക്ഷ നേതാവിന്റെ മകൻ തട്ടിക്കൊണ്ടുപോയി സർക്കാർ. അവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. ഞാനേ സോറി മിനിസ്റ്റർ, ലാൻഡ് സെറ്റിൽമെന്റ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ആ കോൺട്രാക്ടറെ കൊല്ലാൻ പറഞ്ഞു, കൊന്നു. നിങ്ങൾക്ക് റവന്യൂ വേണമെന്ന് പറഞ്ഞു, മാറ്റി തന്നു. എന്നാൽ നിങ്ങൾ എത്ര കോടികൾ തന്നാലും പ്രേമ വിഷയത്തിൽ മാത്രം ഞാൻ ഒരിക്കലും ഇടപെടില്ല. നമസ്കാരം സാർ. നിന്റെ ഭർത്താവ് മരിച്ചപ്പോ വരാൻ പറ്റിയില്ല, സോറി. നിന്റെ പേര് മഹാലക്ഷ്മി. ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കണമെന്നാണോ അതോ ഗംഗയിൽ ഒഴുക്കണമെന്നാണോ ആഗ്രഹം? ഇയാള് ചത്തതുകൊണ്ടല്ലേ സാർ സാറിന്റെ ഭാര്യയ്ക്ക് അപമാനം ഉണ്ടായത്? എന്താ ഉണ്ടായത്? എത്രയോ പേരുടെ ജീവൻ എടുത്ത ഒരു റൗഡിയുടെ ഭാര്യയാണെന്ന് പറയുവാൻ നാണാവുന്നില്ലേ? ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം ഈ നാവ് കൊണ്ട് നിങ്ങളെ അപ്പച്ചിയെന്ന് വിളിക്കില്ല. കൊന്നുകളഞ്ഞേക്കട്ടെ ഞാൻ അവളെ. അവളെ കൊല്ലണമെങ്കിൽ അത് നീ വരുന്നതിന് മുമ്പേ ആകാമായിരുന്നു സർക്കാർ. അപ്പൊ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോൻ അത് ചെയ്യുമായിരുന്നു. ഏത് നാവുകൊണ്ടാണോ അവൾ എന്നെ അപ്പച്ചിന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞത്, അതേ നാവുകൊണ്ട് എന്നെ ജീവിതകാലം മുഴുവൻ അപ്പച്ചിന്ന് വിളിച്ചിരിക്കണം അവൾ. അതിന് എന്റെ മകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം. ഇതാണ് എന്റെ ആദ്യത്തെ ആഗ്രഹവും അവസാനത്തെയും. എവിടെ ഉണ്ടടാ അവൾ? ഹലോ, നമസ്തേ സാർ. അളകനന്ദ എവിടെയാടാ? ഈ ബദ്രീനാഥിൽ ബദ്രി എന്നൊരു പയ്യനുണ്ട്. അവന്റെ കൂടെ അളകനന്ദ. അമൃതം പൊഴിയണ രാത്രി, അവരുടെ തരളിത്ത രാത്രി എന്നുവെച്ചാ അവര് തമ്മിൽ പ്രേമത്തിലാണ് സാർ. ആരാടാ അവൻ? ഈ നവംബർ 15 ടെലികാസ്റ്റ് ചെയ്ത ചാനൽസും പത്ര റിപ്പോർട്ട്സും നോക്കിയാൽ മതി അവൻ ആരെന്ന് മനസ്സിലാകും. 24 മണിക്കൂറിനുള്ളിൽ അവനെ എനിക്ക് കിട്ടിയിരിക്കണം. ഞാനേ ഈ ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള എന്താണെന്ന് അറിയൂ? റൗഡിസം, അധികാരം, പണം? നെവർ. പ്രണയം. നമ്മൾ ഇത്ര കാലവും ചെയ്ത കൊലപാതകങ്ങളെല്ലാം കാശിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും ഒക്കെ ആയിരുന്നു. എന്നാൽ ഫസ്റ്റ് ടൈം പ്രേമത്തിന് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. പ്രേമം എന്നാൽ എത്ര പവർഫുൾ ആണെന്നറിയോ നിനക്ക്? രാഷ്ട്രങ്ങളും രാജ്യങ്ങളും വരെ നശിച്ചു പോയിട്ടുണ്ട്. ആ ബദ്രിയുടെ കാര്യത്തിൽ ചത്തോ ഇല്ലയോ എന്നറിയാൻ 3 തവണ കൺഫേം ചെയ്തു കൊള്ളണം. ശരീരം നോക്കിയിട്ട് മാത്രമാവരുത്, ശ്വാസം നോക്കിയിട്ട് വേണം. അവൻ മരിച്ചെങ്കിൽ മാത്രമേ അളകനന്ദയെ ഇവിടേക്ക് കൊണ്ടുവരാവുള്ളൂ. പൊയ്ക്കോ. ശരി ഡാഡി.